Hello everyone. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ കുറച്ചൊക്കെ പേടിയുള്ള അല്ലെങ്കിൽ സോൾവ് ചെയ്ത് ആൻസർ കിട്ടുമെന്ന് ഡൗട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ RRB NTPCയുടെ 48 പേപ്പേഴ്സ് ആനലൈസ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിലൂടെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വളരെ ഈസി ആയിട്ട് നിങ്ങൾ സാധാരണ കൺവെൻഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നതിനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി സമയം സേവ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് SIയുടെയും CIയുടെയും ഡിഫറൻസ് വെച്ചിട്ടുള്ളതാണ്. ഇത് ഒരുവിധം എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ട് പരിചയം ഉണ്ടാകും. അതിൽ തന്നെ 2 ഇയർ ഡിഫറൻസും ഉണ്ട്, 3 ഇയർ ഡിഫറൻസും വരുന്നുണ്ട്. ഇനി ഹാഫ് ഇയർലി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്വാർട്ടർലി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്നാൽ ഇതൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കണ്ട് പരിചയമുള്ള സീരീസ് ആണ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ അധികം നമ്മൾ കണ്ട് പരിചയമില്ലാത്ത 2 കോൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കുറേ എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 48 പേപ്പേഴ്സ് ആനലൈസ് ചെയ്ത സമയത്ത് എല്ലാ ഷിഫ്റ്റിലും മുടങ്ങാതെ എല്ലാ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ വീതം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നോർമൽ മെത്തേഡിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ അത്ര എളുപ്പത്തിൽ ആൻസർ കിട്ടുമെന്നോ അല്ലെങ്കിൽ ആൻസർ കറക്റ്റ് ആകുമെന്നോ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നില്ല. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നമ്മളിനി പഠിക്കാൻ പോകുന്ന മെത്തേഡിൽ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ടൈപ്പുകളിലേക്ക് പോവാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാഫ് ഇയർലി ആണ്. അപ്പോൾ ഹാഫ് ഇയർലി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയണം. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. സോ ബേസിക്കലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര രൂപ കടം വാങ്ങിച്ചു. ഇമാജിൻ ചെയ്യുക, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു 10,000 രൂപ ഞാനൊരു സ്ഥലത്ത് നിന്നും കടം വാങ്ങിക്കുകയാണ്. അപ്പോൾ അവർ എന്നോട് പറയുന്നു ഇതിന് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ വർഷം നമുക്ക് കൊടുക്കേണ്ട പലിശ എത്രയായിരിക്കും? നമുക്ക് കൊടുക്കേണ്ട പലിശ എന്ന് പറയുന്നത് ഈ 10,000ൻ്റെ 10% അല്ലെങ്കിൽ 1000 രൂപയായിരിക്കും പലിശ വരുന്നത്. എന്നാൽ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിലാവുമ്പോഴേക്കും രണ്ടാമത്തെ വർഷവും അതേ പലിശ തന്നെ, മൂന്നാമത്തെ വർഷവും അതേ പലിശ തന്നെ വരും. എന്നാൽ അല്ലെങ്കിൽ രണ്ടാമത്തെ വർഷം തൊട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ വരുമ്പം നമ്മുടെ പലിശ എത്രയാണോ അതുകൂടി മുതലിലേക്ക് നമ്മൾ കൂട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ നിങ്ങളിതിനെ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് ഒരു ബാങ്കിൽ നിങ്ങൾ ഈ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളൊരു ബാങ്കിലേക്ക് പോകുന്നു, എന്നിട്ട് അവരോട് നിങ്ങൾ പറയുകയാണ് ഞാൻ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. അടുത്ത വർഷം ഈ 10,000ൻ്റെ കൂടെ നിങ്ങൾക്ക് പലിശ കിട്ടിയ 1000 രൂപയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 11,000 രൂപയായി. അപ്പോൾ അടുത്ത വർഷം നമ്മൾ 10% ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് ആദ്യത്തെ 10,000-നല്ല, അതിന് പകരം 11,000-നാണ്. സോ 11,000ൻ്റെ 10% എത്രയാണ്? 1,100 രൂപയാണ്. അപ്പോൾ ഈ ഒരു സ്കീമിൽ രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് 1,100 രൂപയായിരിക്കും പലിശ കിട്ടുന്നത്. ഇനി വീണ്ടും മൂന്നാമത്തെ വർഷം ആകുമ്പോഴേക്കും എന്ത് പറ്റും? വീണ്ടും ഇവിടെ ഉണ്ടായിരുന്ന ഈ 10,000 ആയിരുന്നു, അത് 11,000 ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ 1,100 കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എമൗണ്ട് എത്രയായി? 12,100 രൂപയായി നമ്മുടെ ഇപ്പോഴത്തെ എമൗണ്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൻ്റെ 10% ആണ് നമ്മൾ അടുത്ത കേസിലേക്ക് എടുക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ അതുകൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തതിൽ കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും? അല്ലെങ്കിൽ അടുത്തതിൽ കിട്ടുന്ന എമൗണ്ട് അല്ല, ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഇതിൻ്റെ 10% അല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 1,210 രൂപയായിരിക്കും നമുക്ക് ഇവിടെ അടുത്ത കേസിൽ കിട്ടുന്ന എമൗണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, എമൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലിശയായിട്ട് കിട്ടുന്ന എമൗണ്ട് കേട്ടോ, ആ ഫുൾ എമൗണ്ട് അല്ല, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ അതിൽ വരുന്ന ഒരു 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഹാഫ് ഇയർലിയും ക്വാർട്ടർലിയും. ഹാഫ് ഇയർലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ സാധാരണ എല്ലാ ഇൻട്രസ്റ്റുകളും ഒക്കെ
ആനുവലി ആണ് കണക്കാക്കുക. എന്നാൽ ചില കേസിൽ സൈക്കിളുകൾ ഹാഫ് ഇയർലി ആക്കി പറയും. സോ നമ്മൾ പൊതുവേ റേറ്റ് പറയണത് ആനുവലി ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ പലിശയ്ക്ക് ഞാൻ പൈസ തരണമെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആനുവൽ റേറ്റ് 10% ആയിരിക്കണം എന്ന് പറയുകയാണ്. പക്ഷെ അവർ പറയുകയാണില്ല, ഞങ്ങളുടെ ബാങ്കിൽ 6 മാസത്തെ സൈക്കിളുകളാണുള്ളൂ. അപ്പോൾ ഇവിടെ ആനുവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർഷമാണ് അല്ലേ. അപ്പോൾ ഒരു ഇയറിൽ അത്തരത്തിലുള്ള 2 സൈക്കിൾസ് ഉണ്ടാകും. അപ്പോൾ ആനുവലി മൊത്തം വർഷത്തെ റേറ്റ് ആണ് 10%. അപ്പോൾ ഇവരുടെ ഒരു സൈക്കിളിൽ വരുന്ന റേറ്റ് എത്രയായിരിക്കും? 5%. കാരണം ഈ 5ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ 10% കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആനുവലി കൊടുക്കുന്നതിന് പകരം 6 മാസം കൂടുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ 6 മാസത്തെ ഒരു സൈക്കിളിൽ നമ്മളൊരു ടൈം പീരീഡ് എന്ന് പറയും. സോ നമ്മൾ നോർമലി ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പം വർഷം 3 ആണ് തന്നിട്ടുള്ളത്. അത് ഹാഫ് സൈക്കിൾ ആകുമ്പം 6 മാസം ആകുമ്പോഴേക്കും ഒരെണ്ണാവും അല്ലേ. സോ 3 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 6 സൈക്കിളുകൾ കിട്ടും. അതേസമയം റേറ്റ് എന്താകും? റേറ്റ് അവർ ആനുവലിയാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നേരെ പകുതിയായിട്ട് നമ്മൾ യൂസ് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കുന്നത്? അപ്പോൾ അതിൻ്റെ നോർമൽ ഫോർമുല ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + R/100 the whole power t. ഇതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ഹാഫ് ഇയർലി ആവുകയാണെങ്കിൽ P × 1 + റേറ്റ് ഡിവൈഡഡ് ബൈ 2 വരും, by 100 the whole power 2 × t എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ഒക്കെ ഇതിൻ്റെ കോൺസെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇത് നിങ്ങൾ വീണ്ടും കാണേണ്ട കാര്യമില്ല. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഈ മെത്തേഡിൽ ഈ ഫോർമുലാസ് നമ്മളിപ്പോൾ പഠിച്ച ഫോർമുലാസ് ഒന്നുമില്ലാതെ സോൾവ് ചെയ്യാം എന്നുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഞാൻ NTPCയുടെ 2025 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഹൗ മച്ച് will a sum of ₹72,000 become after 1 year if the interest is compounded half yearly at 10% per annum? അപ്പോൾ നമ്മുടെ നോർമൽ ഫോർമുല വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? എമൗണ്ട് ഈസ് ഈക്വൽ ടു ഇവിടെ P × 1 + റേറ്റിൻ്റെ പകുതി വാല്യൂ എടുക്കണം, ബൈ R/2 ഡിവൈഡഡ് ബൈ 100 the whole power 2 × t എന്ന് എടുക്കണം. ഇതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ ഇതല്ല, വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു മെത്തേഡിലാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കിക്കേ, നമുക്ക് പെർസെൻറ്റേജ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ എഫക്റ്റീവ് പെർസെൻറ്റേജിൻ്റെ വാല്യൂ എത്രയാണ്? ഫോർ എക്സാമ്പിൾ, ഒരു വസ്തുവിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം A% അത് കഴിഞ്ഞ് B% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് ഇൻക്രീസ് എത്രയായിരിക്കും? A + B + AB ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ ഇവിടെ 10% പെർ ആനം. ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ 10ൻ്റെ പകുതി 5 എടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുക? 5 + 5 + 5 × 5 ഡിവൈഡഡ് ബൈ 100 എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 5 × 5 10 + 25/100 ചെയ്താൽ 0.25 എന്ന് കിട്ടും. സോ നമ്മുടെ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് 10.25 ആണ്. സോ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എമൗണ്ട് ആണ്. അപ്പോൾ ഈ എമൗണ്ടിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ട്, അതിനെ നിങ്ങൾ 20% ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? 100ൻ്റെ കൂടെ 100ൻ്റെ 20% 20 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 120 റുപ്പീസ് കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഈ 100നെ എത്ര പെർസെൻറ്റേജ് കൂട്ടണം? 20%. സോ 1.2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അത് തന്നെയാണ് 120 റുപ്പീസ്. അപ്പോൾ ഇവിടെ 72,000 റുപ്പീസ് ഉണ്ട്, അത് 10.25 ടൈംസ് ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 72,000നെ വീണ്ടും ഇവിടെ 20% ആയപ്പം 1.20 എടുത്തു, ഇവിടെ 110.25 കൊണ്ട് ജസ്റ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇത്രയും എക്സ്പ്ലനേഷൻ്റെ ആവശ്യം നിങ്ങൾക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇല്ല. ഇതാണ് മെത്തേഡ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 11025 ഇത് ഇവിടെ കാണുമെന്ന് അറിയില്ല, ഇവിടെ എഴുതാം. 11025 എന്ന് പറയുന്നതിനെ നമ്മൾ നേരെ 72 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് 5 വരും, ഇവിടേക്ക് 0, 2 and 2 വരും, ഇവിടേക്ക് വീണ്ടും 5 തന്നെയാണ് വന്നിട്ടുള്ളത്, 35 വരും. നെക്സ്റ്റ് ഇവിടേക്ക് 14, 17 വരും. നെക്സ്റ്റ് ഇവിടേക്ക് 1 വരും. നെക്സ്റ്റ് നമ്മുടെ വാല്യൂ എത്രയാണ് വന്നിട്ടുള്ളത്? 7ഉം 7ഉം ആഡ് ചെയ്ത് നോക്കിക്കേ. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ ഇവിടേക്ക് എത്രയാണ് വരുന്നത് നോക്കിക്കേ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും.
ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഇവിടെ എത്രയാണോ എഫക്റ്റീവ് വാല്യൂ എന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ എഫക്റ്റീവ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക, അതിനെ വെച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെസിമൽ വാല്യൂസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് 0 പോയി, ഇവിടേക്ക് 0 പോയി. നെക്സ്റ്റ് ഇവിടേക്ക് നമുക്ക് ഇതിൻ്റെ ക്യാരി 8 പോയി. പിന്നെ നമുക്ക് ഇവിടേക്ക് എന്തോ ഇങ്ങോട്ട് 3 വന്നു, 9 വന്നു, 7 വന്നു. സോ 7, 9, 3, 8 ഓൾറെഡി 4th ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരിയുത്തരം. ഓക്കെ, സോ അപ്പോൾ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ്ലി ഈ മെത്തേഡിലൂടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതേ രീതിയിൽ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ഇത്രയും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഇവിടെ ചെയ്യുമ്പോൾ ഇല്ല. ഇവിടെ എന്താ തന്നിരിക്കണേ? അക്ഷത് ഇൻവെസ്റ്റഡ് 90,625 at 8% per annum for 1 year at compound interest, compounded half yearly. Amount received by him. എത്രയാണ്? ഹാഫ് ഇയർ, 8% ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നേർപകുതി എടുക്കുക. 4 + 4 + നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? 4 × 4 16 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 4 + 4 ചെയ്തപ്പം 8 കിട്ടി, 0.16. അപ്പോൾ ഇതാണ് നമ്മുടെ എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ്. ക്ലിയർ? അപ്പോൾ ഇവിടെ 90625 ഉണ്ട്, ഇൻറ്റു ഇവിടെ 1.8 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 0816 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, സാരമില്ല, എന്നാലും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, നിങ്ങൾ ഫുള്ള് ഇരുന്ന് സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻസ് നോക്കിക്കേ, ഇതിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതെങ്ങനെയാണ് അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാമെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പ്രോപ്പറായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ആദ്യം നമുക്ക് 90625 ഇവിടെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഡെസിമൽ പോയിൻറ്റർ വാല്യൂസ് അവിടെ തന്നെ നിൽക്കട്ടെ. നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് 10816. അപ്പോൾ ഇവിടേക്ക് നമുക്ക് 0 വരും, 3 ആണല്ലോ, അത് കാരണം. നെക്സ്റ്റ് ഇവിടേക്ക് 5 വരും. നെക്സ്റ്റ് ഇവിടേക്ക് 37 വരും, 3 വരും. നെക്സ്റ്റ് ഇവിടേക്ക് 63 വരും. അടുത്തതിൽ കൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഏകദേശം ഒരു ഐഡിയ കിട്ടേണ്ടതാണ്. അപ്പോൾ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 90625 തന്നെ വരും അല്ലേ? സോ 5 ഇവിടേക്ക് വരും, 2 ഇവിടെ വരും, 6 വരും, 0 and 9 വരും. സോ 0, നെക്സ്റ്റ് 0. ഇവിടെ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? അടുത്തതിലും 0 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്നതായിരിക്കണം നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കിക്കേ. ഇവിടേക്കും 0 വന്നിട്ടുണ്ട്, ഇവിടേക്കും അതെ. അപ്പോൾ ഇനി വരുന്നതിൽ മാറി മാറി പോകും. സോ ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കണം ക്വസ്റ്റ്യൻ്റെ ശരിയുത്തരം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, അല്ലാതെ തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് SIൻ്റെയും CIൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചിലപ്പം ഒരു പ്രത്യേക എമൗണ്ട് 2 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കോ SI ഇടുമ്പോഴും CI ഇടുമ്പോഴും വരുന്ന ഡിഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള 2 ഫോർമുലാസ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ SI ആൻഡ് CI അതിൻ്റെ ഡിഫറൻസ് നമുക്ക് 2 ഇയേഴ്സിലേക്ക്, അതായത് 2 വർഷത്തിലേക്കുള്ളതാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഡിഫറൻസ് ഇസ് ഈക്വൽ ടു P × R/100 ദി ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ 2 ഇയേഴ്സിലേക്ക് വരുന്ന ഫോർമുല നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ റേറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ഡിഫറൻസ് ചോദിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ചോദിക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് 3ഉം നമുക്ക് ക്വസ്റ്റ്യൻസിൽ കിട്ടാറുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് 3 ഇയേഴ്സിലേക്കും ഫോർമുലകൾ വരാറുണ്ട്. അപ്പോൾ 3 ഇയേഴ്സിൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു, വീണ്ടും ആദ്യത്തെ ഈ ടേം P × R/100 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 300 + R ഡിവൈഡഡ് ബൈ 100. ഇതും കൂടി ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ 3 ഇയേഴ്സിലേക്കുള്ള ഫോർമുല വരിക. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും മാറി മാറി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം.
the difference between simple interest and compound interest compounded annually on a certain sum of money for 2 years at 10% per annum is 407. Find the sum. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഫോർമുല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പാൾ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 100 ദി ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇവിടെ 407 ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പാളിൻ്റെ വാല്യൂ ഇൻറ്റു ആർ റേറ്റ് എത്രയാണ് 10 സ്ക്വയർ. സോ 100 നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ 100ൻ്റെ സ്ക്വയർ 10,000. ഇതും ക്യാൻസൽ. 40700 ആണ് ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. ഒറ്റയടിക്ക് ഓപ്ഷൻ 1 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത്ര ഈസിലി ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്കിവിടേക്ക് കിട്ടും. ഇനി വീണ്ടും അതുപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2025 നിന്നും എടുത്തിരിക്കുന്ന ചോദ്യം തന്നെയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ഓൺ എ സർട്ടൻ സം ഓഫ് മണി ഫോർ 2 years at 16% is 797. നമുക്ക് വേണ്ടത് എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് മണി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കിനി എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഈ ക്വസ്റ്റ്യനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. എന്തായിരുന്നു നമ്മുടെ മെത്തേഡ്? ഡിഫറൻസ് അല്ലേ. ഇവിടെ 797 ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പാൾ ഇൻറ്റു റേറ്റ് എത്രയാണ് 16 ഡിവൈഡഡ് ബൈ 100 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ. ഇവിടെ 797 തന്നിട്ടുണ്ട്. 14 ഇത് നമുക്ക് ഡിവൈഡ് തന്നെ ചെയ്ത് എടുക്കണം. സോ 797 ഡിവൈഡഡ് ബൈ 16ൻ്റെ സ്ക്വയർ എത്രയാണ് 256 ഇൻറ്റു 100ൻ്റെ സ്ക്വയർ 10,000 ആണ്. ഇതാണ് പ്രിൻസിപ്പാളിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ 797നെ 256 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആൻസർ 3.11328 സംതിങ് എന്നാണ് ഇതിൻ്റെ വാല്യൂ. ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കേട്ടോ ഇതിൻ്റെ വാല്യൂ വരിക. അപ്പോൾ അതിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 31132 എന്ന് പറയണ 2.8 എന്ന് പറഞ്ഞ് നമ്മളതിനെ റൗണ്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ 31133 എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ നമ്പർ ഡിയിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ട് ഈ ചോദ്യവും നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ടൈപ്പാണ്. അതായത് 2 വർഷം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ 2025 തന്നെ ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് എടുത്തിട്ടുള്ളത്. Now, Raj has 1218 rupees with him. He divided it amongst his sons Varun and Ashish and asked them to invest it at 10% rate of interest per annum, compounded annually. It was seen that Varun and Ashish got the same amount after 13 and 14 years respectively. How much in rupees did Raj give to Ashish? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. രാജ് എന്ന് പറയുന്ന ഒരാൾക്ക് 1218 രൂപയുണ്ട്. അപ്പോൾ വരുണും ആശിഷും 2 മക്കളാണ്. അവർക്ക് ഓരോ എമൗണ്ട് കൊടുത്തു. എന്നിട്ട് അവർ രണ്ടുപേരും ഒരേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, അതായത് 10% റേറ്റിൽ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവർക്ക് കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല. അതിൽ വരുന്ന ഡിഫറൻസ് കാരണം ഒരാൾ 12 വർഷം അല്ല 13 വർഷവും അടുത്ത ആൾ 14 വർഷവും ഇട്ടപ്പം രണ്ടുപേർക്കും എമൗണ്ട് ഈക്വലായി. അപ്പോൾ ഈ കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ 2 കേസിലും വരുന്ന റേറ്റ് സെയിം ആണ്. റേറ്റ് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എമൗണ്ട് ഇൻറ്റു 10% ആണെങ്കിൽ 1 എന്ന് എടുക്കും അല്ലേ? ഓർമ്മയുണ്ടോ? നമ്മൾ 20% ആയപ്പം നമ്മൾ അവിടെ റേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് 1.2 ആണ്. സോ എമൗണ്ട് ഇൻറ്റു 1.1 എത്ര ടൈംസ് ആണ്, എത്ര ഇയേഴ്സിലേക്കാണ് കൊടുത്തത്? 13 ഇയേഴ്സ്. എമൗണ്ട് 1 അല്ലെങ്കിൽ ഇവരുടെ പേര് തന്നെ എടുക്കാം. വരുണിൻ്റെ എമൗണ്ടിനെ വി എന്നും ആശിഷിൻ്റെ എമൗണ്ട് എ എന്നും എടുക്കാം. അങ്ങനെയെങ്കിൽ വരുണിന് കൊടുത്ത എമൗണ്ടിനെ നമ്മളിവിടെ വി എന്ന് എടുത്തു. ഇൻറ്റു 1.1 ഹോൾ റേസ് ടു 13 ഇസ് ഈക്വൽ ടു ആശിഷിന് കൊടുത്ത എമൗണ്ട് ഇൻറ്റു 1.1 അതേ റേറ്റിൽ തന്നെ പോയി റേസ് ടു 14. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 1.1 റേസ് ടു 13ഉം 1.1 റേസ് ടു 14ഉം വന്നു അല്ലേ? അതിനെ നമുക്ക് ഈസിലി ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ദെയർഫോർ ഇവിടെ വരുൺ ഇസ് ഈക്വൽ ടു ആശിഷ് ഇൻറ്റു 1.1 എന്ന് നമുക്ക് ഇവിടേക്ക് കിട്ടും. അപ്പോൾ ഇവരുടെ റേഷ്യോ എത്രയാണ്? വി ബൈ എ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1.1 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ 11/10 റേഷ്യോയിലാണ് ഈ എമൗണ്ടിനെ ഡിവൈഡ് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിനി വേണ്ടത് എന്താണ്? ആശിഷിന് കൊടുത്തത് ഏതാണ്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 11/10 റേഷ്യോയിലാണ്. അപ്പോൾ ഇതിൽ എത്ര കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ടോട്ടൽ എത്രയാണ് കിട്ടുന്നത്? ടോട്ടൽ 11 + 10 ചെയ്താൽ നമുക്ക് 21 പാർട്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ആശിഷിന് കൊടുത്തത് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കും? ആശിഷിന് കൊടുത്തത് മൊത്തത്തിലുള്ളതിൻ്റെ 10th പാർട്ട് ആയതുകൊണ്ട് ആശിഷിന് കിട്ടിയത് എപ്പോഴും 10th അല്ലെങ്കിൽ 10ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 10ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ 638ഉം ഇല്ല, 738ഉം ഇല്ല. അത് രണ്ടിനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതിൽ ഈ മറ്റേത് രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ വേണ്ടത്. ഇനി വീണ്ടും അതിലേതാണ് ശരി ഉത്തരം എന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഇനി ഇത് കഴിഞ്ഞ് അടുത്തയാൾക്ക് കൊടുത്ത സമയത്ത്, അതായത് 1218 rupees ആയിരുന്നു ശരിക്കും ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ആശിഷിന് കൊടുത്തതിന് ശേഷം ബാക്കി മറ്റേ ആൾക്ക് കൊടുത്ത amount ഉണ്ടല്ലോ, അതെന്തായാലും 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ട്രൈ ചെയ്ത് നോക്കിക്കേ. 1218ൽ നിന്നും 580 പോയപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എത്ര കിട്ടി? 638 ആയി. അത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയാവാനാണ് സാധ്യത. എങ്കിലും മറ്റതുകൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 430 ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. സോ 430 നമ്മൾ ഇതിൽ നിന്ന് വീണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ല ഡിവൈഡ് അല്ല, സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 1218ൽ നിന്നും 430 സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ 8 വരും. നെക്സ്റ്റ് ഇവിടെ വീണ്ടും 8 വരും, 788 വരും. സോ 788 ഇതുകൊണ്ട് ഡിവിസിബിൾ ആണോ? 11 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, ഡെഫിനറ്റ്ലി അവിടെ ഡിവിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ആൻസർ ഇവിടെ കണ്ടെത്താനായിട്ട് പറ്റും. ഇനി വീണ്ടും അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ഋഷി ഹാസ് 1612 rupees with him. അപ്പോൾ അതേ കാര്യം തന്നെ. He divided it amongst his sons Shan and Piyush and asked them to invest at 8% rate of interest per annum compounding annually. അപ്പോൾ ഇവിടെ now it was seen that Shan and Piyush got the same amount after 19 and 20 years. അപ്പോൾ വാല്യൂസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, മെത്തേഡ് സെയിം ആണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസ് ഒന്ന് കൊടുത്ത് നോക്കിയാലോ. ഇവിടെ നമുക്ക് എസ് എന്നും പി എന്നും ഇവിടെ സെലക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എസ് ഇൻറ്റു 1.8% എന്ന് വെച്ചാൽ 0.8 ഹോൾ റേസ് ടു എത്ര ഇയേഴ്സിലേക്കാണ്? 19 years ആണ്. ഇനി മറ്റത് പിയൂഷിൻ്റെത് 1.08 ഇൻറ്റു റേസ് ടു ഇവിടെ നമുക്ക് 20 years ആണ്. അപ്പോൾ ഇതും ക്യാൻസൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ഡിവൈഡഡ് ബൈ പി ഇസ് ഈക്വൽ ടു ഇവിടുത്തെ റേഷ്യോ എത്രയാണ് നമുക്കിവിടെ കിട്ടുന്നത്? 1.08 എന്ന് നമുക്കിവിടെ കിട്ടും, ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? സോ എസ് ബൈ പി ഇസ് ഈക്വൽ ടു 108 ഡിവൈഡഡ് ബൈ 100 എന്നാണ് നമുക്കിവിടേക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ ചോദ്യം, ഇയാൾ ഷാനിന് എത്ര റുപ്പീസ് കൊടുത്തു എന്നതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവരുടെ റേഷ്യോ നമുക്ക് 108/100 എന്ന് കിട്ടി. പക്ഷേ ഇത് ഫൈനൽ റേഷ്യോ ആണോ? 108/100 എന്ന് പറയുമ്പോഴേക്കും നമുക്കതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കതിനെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഇവിടെ 27 എന്ന് കിട്ടും. 27 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടും. സോ എത്ര രൂപയാണോ ഷാനിന് കൊടുത്തത് അത് 27ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആൻസർ ഈസിലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ 27ൻ്റെ മൾട്ടിപ്പിൾ ഈ കുറേ എണ്ണം തന്നിട്ടുണ്ട്. ഇതിലേതാണെന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. 25ൻ്റെ അല്ല 27ൻ്റെ മൾട്ടിപ്പിൾ ആണ് കേട്ടോ നമുക്ക് ഇവിടേക്ക് വേണ്ടത്. ആദ്യം നമുക്ക് 775 ഉണ്ട്, അതിന് 27 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഇവിടെ 775നെ നമുക്ക് 27 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോകുമ്പോഴത്തേക്കും 54 വരും. നെക്സ്റ്റ് ഇവിടേക്ക് 35 വരും. ഇവിടേക്ക് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 235. ഇത് ഡിവിസിബിൾ ആയിരിക്കില്ല. ഇനി അടുത്തത് 875. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ നോക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ നമ്മുടെ നോർമൽ മെത്തേഡിൽ സോൾവ് ചെയ്യാം. നോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 20 എസിൻ്റെ പാർട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ റേഷ്യോയുടെ മെത്തേഡ് യൂസ് ചെയ്താലും മതി. വിച്ച് ഇസ് ഈക്വൽ ടു 27 ഡിവൈഡഡ് ബൈ 27ൻ്റെ കൂടെ നമ്മൾ 25 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും?
52 കിട്ടും അല്ലേ. സോ 52 ഇൻറ്റു 1612 ഇത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ക്വസ്റ്റൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 1612നെ ആദ്യം നമുക്ക് 52 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 31 കിട്ടും. സോ 27 ഇൻറ്റു 31 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ വരും. സോ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ് വേണ്ടത്. സോ ഇവിടേക്ക് വീണ്ടും 2 വരും. സോ നമ്മുടെ ആൻസർ ഇവിടേക്ക് 837 കിട്ടും. സോ ഡയറക്റ്റ്ലി ഓപ്ഷൻ 4ലുള്ള 837 ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഈസിലി നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ചോദ്യങ്ങളോ വന്നാൽ തീർച്ചയായിട്ടും കോമെൻറ്റ്സിലൂടെ നിങ്ങൾക്ക് നമ്മൾ എഴുതി അറിയിക്കാം. ആൻഡ് ഓൾസോ ഇത്തരത്തിലുള്ള ഈ സീരീസിൻ്റെ ബാക്കി വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിട്ടാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ വീഡിയോസ് വരുന്ന കാര്യം നിങ്ങൾ അറിയില്ല, വീഡിയോസ് മിസ്സായിപ്പോവും. ഓക്കെ, സോ നമ്മൾ ഈ ചാനലിൽ എടുക്കുന്ന ക്ലാസ്സസിൻ്റെയൊക്കെ നോട്ട്സും PDF-ഉം ക്വസ്റ്റ്യൻസും ഒക്കെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. സോ ടെലഗ്രാം @Shilpa Biju എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിലേക്കുള്ള ആക്സസ് കിട്ടും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ചാനൽസ് ഉണ്ട്, അതുകൂടി ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെഷനിൽ ഇതേ സീരീസിലെ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സജഷൻസ് ജസ്റ്റ് ഒന്ന് എഴുതി അറിയിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത തവണ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.